സംസ്ഥാനത്തെ ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ്. 3.0 വേണോ അതോ അത് മുഴുവൻ മാറ്റണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് അതാണ്. KCയുടെ ഒരു പ്രതീക്ഷ, എത്ര സീറ്റ് കോൺഗ്രസിന് ഇത്തവണ നേടാൻ കഴിയുമെന്നാണ് ഞാൻ ധരിക്കുന്നത്? ഞാനിപ്പം കേരളത്തിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ 7 ജില്ലകൾ യാത്ര ചെയ്തു. കഴിഞ്ഞ 5 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 22ഓളം സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ 23ാമതാണ് പങ്കെടുക്കാൻ പോകും. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ടും മനസ്സിലാവുന്നുണ്ട് കേരളത്തിൽ ഒരു UDF അനുകൂല തരംഗം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വരുന്ന 10 ദിവസങ്ങൾ കൊണ്ട് അതാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണ് ഇലക്ഷൻ എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. ഫൈനൽ 10 ഡേയ്സാണ്. അൺഡിസൈഡഡ് വോട്ടർമാരൊക്കെ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന സമയമാണ് ഈ വരുന്ന 10 ദിവസം. കേരളത്തിൽ അൺഡിസൈഡഡ് വോട്ടർമാർ ഒരുപാട് പേരുള്ളതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് UDF അനുകൂലമായ തരംഗമുണ്ടായാൽ ഒരു 100 സീറ്റ് മിനിമം കിട്ടുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇതുണ്ടാകും. തോറ്റാൽ വനവാസം പോലെയുള്ള പ്രഖ്യാപനങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ എന്തെങ്കിലും അല്ല, അത് അദ്ദേഹം വൈകാരികമായിട്ട് പറഞ്ഞത്. അതിനൊന്നും അത് അദ്ദേഹത്തിൻ്റെ അത് കേരളം ആഗ്രഹിക്കുന്നൊരു അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണല്ലോ അത് പറയുന്നത്. അതൊരു വൈകാരികമായ പ്രഖ്യാപനങ്ങൾ.